നമസ്കാരം. വൈ ഡു സം പീപ്പിൾ നെവർ അപ്രിഷിയേറ്റ് യുവർ സാക്രിഫൈസസ്? നിങ്ങൾ ഇന്ന് വരെ ചെയ്ത പല ത്യാഗങ്ങൾക്കും അർഹിക്കുന്ന മൂല്യം കിട്ടിയിട്ടുണ്ടോ? വില കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? സ്വന്തം ജീവിതം, സ്വന്തം സമയം, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കുറെ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നിങ്ങൾക്ക് അർഹിക്കുന്ന മൂല്യം തന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഒരു നിരാശയായി കഴിഞ്ഞു അല്ലേ? ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അർഹിക്കുന്ന മൂല്യമുണ്ട്. അത് പലപ്പോഴും മറ്റുള്ളവർ തിരിച്ചറിയണമെന്നില്ല, മറ്റുള്ളവർ തരണമെന്നില്ല. ഒന്നാമത്, നിങ്ങൾ സ്ഥിരമായി ഒരാൾക്ക് സഹായം ചെയ്യുകയാണെങ്കിൽ അവർക്കത് സഹായമായി തോന്നില്ല. അവർക്കത് ഒരു സാധാരണ കാര്യമായിട്ടേ തോന്നുള്ളൂ. കാരണം നിങ്ങളെപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ എന്തും ചെയ്തു കൊടുക്കാനുണ്ട്. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ എങ്ങനെയാണ് അതിന് വില വെക്കുന്നത്? എങ്ങനെയാണ് അതിന് വില കിട്ടുന്നത്? 2, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ സമയവും ജീവിതവും എല്ലാം മാറ്റിവെച്ച് നിങ്ങളത് ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നു അത് അവരുടെ അവകാശമാണെന്ന്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവരുടെ അവകാശമാണെന്ന് അവരറിയാൻ ചിന്തിച്ചു പോകും. അവർക്ക് വേണ്ടതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് നിങ്ങളുടെ തൊഴിലാണ്, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ കടമയാണ്. അങ്ങനെ അവർ ചിന്തിക്കും. അവരെ കുറ്റം പറയാൻ പറ്റുമോ? പിന്നെ അവരതിന് മൂല്യം നൽകില്ല. 3, സ്വാർത്ഥ ചിന്തതയുള്ളവർ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കത്തില്ല. അവർ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും നന്ദി പറയുന്നത്, നിങ്ങൾക്ക് മൂല്യം തരുന്നതും അവരുടെ നിഘണ്ടുവിലില്ല. കാരണം അവർ സ്വാർത്ഥരാണ്. അവർ ഒരിക്കലും അത് മനസ്സിലായാലും വേണമെങ്കിൽ ചെയ്തിട്ട് പോട്ടെ, ഇല്ലെങ്കിൽ ഞാനെന്തിനു നന്ദി പറയണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് മാറും. 4, ഒരു ഗ്രൂപ്പുണ്ട്. പക്വതയില്ല, വിവരവുമില്ല, എന്താണ് ചെയ്തതിൻ്റെ വില തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളഞ്ഞ്, നമ്മുടെ സമയം കളഞ്ഞിട്ട് അവസാനം ഞാൻ ചെയ്ത ത്യാഗങ്ങൾക്ക്, ഞാൻ ചെയ്ത എൻ്റെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അതിന് മൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടരാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളോടാരെങ്കിലും പറഞ്ഞു അവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ? നിങ്ങൾ സ്വാർത്ഥരായില്ല. പകരം നിങ്ങളുടെ നല്ല മനസ്സോട് നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. വിട്ടുകള, ചെയ്തു കൊടുത്തല്ലോ, സന്തോഷം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾക്ക് മുകളിലുള്ള ഒരാൾ നിങ്ങൾക്ക് വിലയിട്ടിട്ടുണ്ട്. ഈശ്വരൻ എന്ന ആ ശക്തി മതി. സന്തോഷം, സമാധാനം, അതിൽ തൃപ്തിപ്പെടുക. മറ്റുള്ളവരെ കുറ്റം പറയാനും അല്ലെങ്കിൽ അവരതിന് വില കൽപ്പിച്ചില്ലെന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നിങ്ങൾ ചെയ്യുക ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം, അർഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുക. അനാവശ്യമായി നിങ്ങളുടെ സമയവും സാഹചര്യവും നിങ്ങളുടെ ജീവിതവും മാറ്റിവെക്കാതിരിക്കുക. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് നൽകുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളൊരു മൂല്യം നിശ്ചയിക്കുക. അർഹത ഉള്ള കൈകളിലേക്ക് മാത്രം അത് എത്തിച്ചേരാൻ അനുവദിക്കുക. എല്ലാം കഴിഞ്ഞ് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലതാണ് ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, അവയൊക്കെ അറിയിക്കുന്ന കൈകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.